അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ ഘടകം പഠനവിധേയമാക്കുന്നത് കാലിക്കടവ് മുതൽ തലശ്ശേരി വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങൾ. ഖാദി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് INTUC നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിന്റെ മുന്നോടിയായി പയ്യന്നൂരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ലോകമൊട്ടുക്കും പരിശുദ്ധ ബലിപെരുന്നാൾ ഒരുക്കത്തിലേക്ക് നീങ്ങവേ സർഗാത്മകതയുടെ വിരുന്നായി മാറി പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ്. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാലിക്കടവ് മുതൽ തലശ്ശേരി വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങൾ പഠിക്കാനാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ ഘടകം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ദേശീയപാതയിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ, മരണങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് പഠനം. വെള്ളക്കെട്ട്, മണ്ണിടിച്ചിൽ, ഭൂമി വിണ്ടുകീറൽ, ചെളിയടിയൽ, സർവീസ് റോഡിന്റെ വീതി എന്നിവയാണ് പഠനവിധേയമാകുന്നത്. കാലിക്കടവ് മുതൽ എടാട്ട് വരെയുള്ള ഭാഗമാണ് പയ്യന്നൂർ മേഖല പഠനവിധേയമാക്കുന്നത്. പദ്ധതിയുടെ പൈലറ്റ് സർവേയുടെ ഉദ്ഘാടനം കരിവള്ളൂരിൽ നടന്നു. പയ്യന്നൂർ മേഖല പരിസര വിഷയ സമിതി ചെയർമാൻ PV നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം മുമ്പാണ് ഒരാൾ ഒരു കുഴിയിൽ വീണ് മരിച്ചത്. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് നാഷണൽ ഹൈവേ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി, പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടി ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ സതീശൻ കസ്തൂരി, സുധാകരൻ മാസ്റ്റർ, വിജയൻ മാസ്റ്റർ, K ഗോവിന്ദൻ, രവീന്ദ്രൻ മാസ്റ്റർ, A മുകുന്ദൻ എന്നിവർ സർവേ ടീമിന്റെ അംഗങ്ങളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഖാദി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് INTUC നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിന്റെ മുന്നോടിയായി പയ്യന്നൂരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഖാദി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് INTUC നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിന്റെ മുന്നോടിയായി പയ്യന്നൂരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കും ഒരു നാണക്കേടുകളായി, കാരണം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നു, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പോകുന്നു, ഖാദി ബോർഡിൻ്റെ മുമ്പിൽ പോകുന്നു, എല്ലായിടങ്ങളിലും ചർച്ച ചെയ്യുന്നു. എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷ നമുക്കുണ്ടാകുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ഒരു കാര്യത്തിലും വാക്കുപാലിക്കാൻ നമ്മുടെ സർക്കാരോ ഖാദി ബോർഡോ മുമ്പോട്ട് വരുന്നില്ല എന്നതൊരു സത്യമാണ്. T ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ N ഗംഗാധരൻ, KV മോഹനൻ, VV ഉണ്ണികൃഷ്ണൻ, PV പ്രിയ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തു. നഗരസഭ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തു. നഗരസഭ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മാർച്ച് 31-നുള്ളിൽ ഇത് കൊടുക്കാൻ കഴിയാതെ പോയിട്ടുള്ളത് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെടുകയും ഇന്നലെയോടുകൂടി വണ്ടി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. നിരവധി വർഷക്കാലമായിട്ട് പയ്യന്നൂർ നഗരസഭകത്തെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക്
ഒട്ടേറെ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം LP സ്കൂളിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു. ജനാധിപത്യത്തിന്റെ ഓരോ ഘട്ടങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് ഇലക്ഷൻ നടന്നത്. ജനാധിപത്യത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും പ്രാധാന്യം അറിയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃകയിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അതേ ആവേശത്തിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പും സ്കൂളിൽ നടന്നത്. 10-ാം തീയതി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരികയും തുടർന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം, സൂക്ഷ്മ പരിശോധന, പ്രചരണം തുടങ്ങിയവയ്ക്ക് ശേഷമാണ് വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ്, പോളിംഗ് ബൂത്ത്, പോളിംഗ് ഏജന്റുമാർ, പോളിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ തുടങ്ങി എല്ലാം അതേപോലെ പകർത്തിയുള്ള തെരഞ്ഞെടുപ്പിൽ 12 സ്ഥാനാർത്ഥികളാണ് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഫലപ്രഖ്യാപനം വരാനിരിക്കുന്നതേയുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലോകമൊട്ടുക്കും പരിശുദ്ധ ബലിപെരുന്നാൾ ഒരുക്കത്തിലേക്ക് നീങ്ങവേ പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ് സർഗാത്മകതയുടെ വിരുന്നായി മാറി. മത്സരത്തേതിൽ 9ാം ക്ലാസ്സിലെ ഫാത്തിമത്ത് റിഫ കാസിമും സിയ ഫാത്തിമയും ചേർന്ന ടീം 1ാം സ്ഥാനം നേടി. സ്കൂളിലെ പ്രവൃത്തി പരിചയ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൈലാഞ്ചിയിടൽ മത്സരത്തിൽ ഇടത് വലത് കൈകളുടെ വ്യത്യാസമില്ലാതെ 24 ടീമുകളാണ് മത്സരത്തിനെത്തിയത്. പൂക്കളും ഇലകളും അമൂർത്ത രൂപങ്ങളും ചേർന്ന വിസ്മയകരമായ ഡിസൈനുകൾ വിദ്യാർത്ഥികൾ വരച്ചു ചേർത്തു. ഓരോ ടീമിന്റെ നേതൃത്വത്തിലും അനുവദിച്ച സമയമായ 1 മണിക്കൂർ കൊണ്ട് കൈകളിൽ പ്രത്യേകതയും ചാരുതയുമുള്ള മൈലാഞ്ചി മൊഞ്ചണിഞ്ഞു. ഹൈസ്കൂൾ വിഭാഗത്തിലെ 8, 9, 10 ക്ലാസുകളിലെ 48 വിദ്യാർത്ഥിനികളാണ് മെഹന്തി ഫെസ്റ്റിൽ മാറ്റുരച്ചത്. മനസ്സിലുള്ളതും കണ്ടുപഠിച്ചതുമായ വ്യത്യസ്ത ഡിസൈനുകൾ സഹപാഠിയുടെ കൈകളിൽ മൈലാഞ്ചി ട്യൂബുകളിലൂടെ പകർത്തിയപ്പോൾ മുതിർന്നവരെ തോൽപ്പിക്കും വിധത്തിൽ വിദ്യാർത്ഥികൾ മെഹന്തി ഫെസ്റ്റിലെ താരങ്ങളായി മാറി. മത്സരത്തിൽ 9ാം തരത്തിലെ വഫ മാരിയ ഫൈസൽ TK അൻസിയ ടീം 2ാം സ്ഥാനം നേടി. 10ാം ക്ലാസ്സിലെ ഫാത്തിമത്ത് ഷിഫ PM മുഫീദ ടീമിനാണ് 3ാം സ്ഥാനം. സ്കൂൾ പ്രധാനാധ്യാപകൻ MC ശിഹാബ് മെഹന്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഈ മൈലാഞ്ചി ഇടുക എന്ന് പറയുന്നത് ഒരു നല്ല കലയാണ്. ഇന്ന് അതും കഴിഞ്ഞ് അതൊരു വിപണിയും അതേപോലെ തന്നെ നമുക്ക് ഒരു വരുമാന സ്രോതസ്സുമായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഇടമായിട്ട് തന്നെ മൈലാഞ്ചി ഇടുകയും അതേപോലെ തന്നെ മൈലാഞ്ചി അണിയുകയും ചെയ്യുന്ന ഒരു രീതി മാറിയിട്ടുണ്ട്. പ്രമുഖ മെഹന്തി ഡിസൈനർ നുസ്രത്ത് ശിഹാബുദ്ദീന്റെ നേതൃത്വത്തിലുള്ള ജഡ്ജിംഗ് പാനൽ ഏറ്റവും മനോഹരവും സർഗാത്മകവുമായ മെഹന്തി ഡിസൈനുകൾ തെരഞ്ഞെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി P ഹരീന്ദ്രൻ, സീനിയർ അസിസ്റ്റന്റ് S മനോജ്, SRG കൺവീനർ K പ്രകാശ്, VK ശശികല, അനീഷ് വെങ്ങാട്ട്, CP ദിവ്യ എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജീവന് ഭീഷണി ഉയർത്തുന്നവയാണോ കൈകൊട്ടിക്കളികൾ? ഓരോ വേദികളിലും കൈകൊട്ടിക്കളികൾക്കിടയിൽ ബോധരഹിതരായി തളർന്നു വീഴുന്നത് നിരവധി പെൺകുട്ടികളാണ്. തിരുവാതിരക്കളിയുമായി വിദൂര സാമ്യമുള്ള എന്നാൽ ഒട്ടും പതിഞ്ഞ ചുവടുകളല്ലാത്ത അടിപൊളി പാട്ടുകൾക്കനുസരിച്ച് മെയ്വഴക്കത്തോടെ തകർത്ത് കളിക്കുന്നതാണ് കൈകൊട്ടിക്കളി എന്ന കലാരൂപം. പക്ഷേ ഈ കലാരൂപവുമായി പണ്ടുമുതൽക്കേ ഇവിടുത്തെ ആളുകൾ ബന്ധപ്പെട്ട് പോവുകയോ അത്തരത്തിലുള്ള വ്യായാമ മുറകൾ പിന്തുടർന്നു വരികയോ ചെയ്യാത്ത ഒരു കൂട്ടം കുട്ടികൾ പൊടുന്നനെ ഈ കലാരൂപം സ്വായത്തമാക്കി അരങ്ങിലെത്തുമ്പോൾ ഇത് എത്രമാത്രം അപകടമുണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് ഇതിന്റെ സംഘാടകർ മനസ്സിലാക്കുന്നില്ല എന്നത് ഏറെ സങ്കടകരമായ കാര്യമാണ്. കയ്യും മെയ്യും മറന്ന് അരമണിക്കൂറിലധികം ശ്വാസം വിടാൻ പോലും സമയമില്ലാതെ കളിക്കുമ്പോൾ അത്രയധികം സ്റ്റാമിന ഇല്ലാത്തയാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഒരു കളിക്കിടയിൽ 4-5 ആളുകളാണ് തളർന്ന് ബോധമറ്റ് വീഴുന്നത്. ചിലരെ ശ്വാസതടസ്സം മൂലം ആശുപത്രിയിലും എത്തിക്കാറുണ്ട്. കളിക്കിടയിൽ തളർന്നു വീണ് മരണപ്പെട്ട സംഭവവും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ തുടർച്ചയായി ഏറെ പണിപ്പെട്ടുള്ള കളി മാത്രമല്ല, വട്ടം കറങ്ങി വിവിധ രീതിയിൽ കളിക്കുമ്പോൾ തല കറങ്ങുന്ന സ്ഥിതിയുമുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരി പെൺകുട്ടികളുടെ ആരോഗ്യക്കുറവും ഈ അവസ്ഥ കൂടാൻ കാരണമാകുന്നുണ്ട്. ഇത് തുടർന്നാൽ ഇത് വലിയ ദുരന്തങ്ങൾക്ക് ഇടവരുത്തുമെന്നതിൽ സംശയവുമില്ല.
നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. കേരള ക്ലെയേഴ്സ് ആൻഡ് സിറാമിക് ചെയർമാൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും KP ഭാസ്കരൻ സ്മാരക സഹകാരി പുരസ്കാരം ലഭിച്ച ബാങ്കിന്റെ മുൻ പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായ N ശ്രീധരനെയും അനുമോദിച്ചു. ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള ക്ലേസ് ആൻഡ് സിറാമിക് ചെയർമാൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കാരണം കേരളത്തിലാണ് സഹകരണ മേഖല ഇങ്ങനെ പറന്ന് പന്തലിച്ചു നിൽക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളൊന്നും ഇങ്ങനെയുള്ള സഹകരണ ബാങ്കുകളില്ല. കാരണം നമ്മുടെ നാട്ടിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രം സഹകരണ ബാങ്കാണ്. കാരണം ഒരാവശ്യം വന്നാൽ ഏതാവശ്യം വന്നാൽ ഏത് സമയത്തും സമീപിക്കാൻ കഴിയുന്ന, എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുന്ന, എപ്പോൾ കൈനീട്ടിയാൽ സഹായം നൽകാൻ തയ്യാറായി നിൽക്കുന്ന വളരെ വിപുലമായ, ജനകീയമായ, സത്യസന്ധമായ, സുതാര്യമായ ഒരു സ്ഥാപനമാണ് സഹകരണ മേഖല എന്ന് പറയുന്നത്. ആ സഹകരണ മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന് നന്മയാണ് സഹകരണ മേഖല. കേരളം എപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണി കാണുന്ന കേരളത്തിന്റെ ഒരു നന്മയാണ് സഹകരണ മേഖല എന്ന് പറയുന്നത്. ബാങ്ക് പ്രസിഡന്റ് TK ദിവാകരൻ അധ്യക്ഷനായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് K രതി, T ചന്ദ്രൻ, KP രാജൻ, KV ശ്രീധരൻ, KV രാമകൃഷ്ണൻ, N ശ്രീധരൻ, ബാങ്ക് സെക്രട്ടറി K ശിവദാസൻ, K ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ഹരിത കേരള മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശുചിത്വ സന്ദേശയാത്രയ്ക്ക് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സലയാണ് ശുചിത്വ സന്ദേശയാത്ര നയിക്കുന്നത്. ഏറ്റുകൊടുക്കയിൽ നടന്ന സമാപന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MV അപ്പുകുട്ടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, സെക്രട്ടറി K മോഹനൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിറ്റാച്ച് തോമസ്, വൈസ് പ്രസിഡന്റ് K പത്മിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TM സതീശൻ, KG ബിന്ദുമോൾ, മെമ്പർമാരായ K പങ്കജാക്ഷൻ, E രാജൻ, PM വത്സല തുടങ്ങിയവർ സംബന്ധിച്ചു. കാങ്കോൽ, ഏറ്റുകൊടുക്ക എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. ദിവസങ്ങളിലായി 7 പഞ്ചായത്തുകളിലെ വിവിധ പട്ടണങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ എന്നിവ സന്ദർശിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ വിവിധ ഘട്ടങ്ങളിലായി പങ്കെടുക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. നാടൻ പച്ചപ്പുകൾക്കും കൃഷികൾക്കും ഭീഷണിയായി ധൃതരാഷ്ട്ര പച്ച വ്യാപിക്കുന്നു. നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളിലും കൃഷിയിടങ്ങളിലും അതിവേഗം പടരുകയാണ് കാഴ്ചയിൽ മനോഹരങ്ങളായ പൂവുകളുമായി തല ഉയർത്തി നിൽക്കുന്ന ഈ അധിനിവേശ സസ്യം. പുരാണ കഥയിലെ ധൃതരാഷ്ട്രാലിംഗനത്തെ ഓർമ്മപ്പെടുത്തുന്നതുകൊണ്ടാണ് ഈ സസ്യത്തെ ധൃതരാഷ്ട്ര പച്ച എന്ന് വിളിക്കുന്നത്. മറ്റ് സസ്യങ്ങളുടെ മേൽ പടർന്നു പന്തലിച്ച് അതിനെ വരിഞ്ഞു മുറുക്കി ഇല്ലാതാക്കുന്ന രീതിയാണ് ഈ സസ്യം ചെയ്യുന്നത്. കളവർഗത്തിൽപ്പെട്ട ഇത് കൃഷിയുടെയും നാടിന്റെ നിലനിൽപ്പിന് തന്നെയും ഭീഷണിയാകുമെന്ന് കരുതപ്പെടുന്നു. മിക്കാനിയ മൈക്രാന്ത എന്നാണ് ശാസ്ത്രീയ നാമം. അമേരിക്കൻ വള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ധൃതരാഷ്ട്ര പച്ചയെ ലോകത്തിലെ ഏറ്റവും ആക്രമണകാരികളായ സസ്യങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. കാഴ്ചയിൽ മനോഹരങ്ങളായ പൂവുകളുമായി തലയുയർത്തി നിൽക്കുന്ന ഈ അധിനിവേശ സസ്യം ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വിപത്ത് ചെറുതായിരിക്കില്ല. വിത്തിന്റെ വ്യാപനം വളരെ പെട്ടെന്ന് നടക്കും. ഒരു വള്ളിയിൽ 40,000-ഓളം വിത്തുകൾ വരെ ഉണ്ടാകും. ഇത് ഒരു അധിനിവേശ സസ്യമാണ്. 15ഓളം അധിനിവേശ സസ്യങ്ങളെ ഗ്രാമപഞ്ചായത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് നമ്മുടെ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ഈ വള്ളിച്ചെടി. അധിനിവേശ സസ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലുള്ള ചെടികളെ വളരെ എളുപ്പത്തിൽ നശിപ്പിക്കുകയും അവർക്ക് മേൽ വലിയ തോതിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചാണ് നമ്മുടെ വയനാട്ടിലെ മഞ്ഞക്കൊന്ന പോലെ തന്നെ ഇത് നശിപ്പിച്ചാലും, തീയിട്ട് നശിപ്പിച്ചാലും, വെട്ടിമാറ്റിയാലും പോലും ഇവ വളർന്ന് മറ്റ് സസ്യങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്നു
എൻഡമിക് ആയിട്ടുള്ള മറ്റ് സസ്യങ്ങളുടെ മേലെ ആധിപത്യം പുലർത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 24 മണിക്കൂർ കൊണ്ട് 8 മുതൽ 10 സെന്റിമീറ്റർ വരെ വളരാനും ഇവയ്ക്ക് സാധിക്കുമെന്നറിയുമ്പോഴാണ് ശരിക്കുമുള്ള അപകടം തിരിച്ചറിയുക. കാർഷിക മേഖലയ്ക്കാകെ ഭീഷണിയായി അതിവേഗം പടരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ 2024-25 വർഷത്തെ പ്രസിഡന്റിന്റെയും ഭാരവാഹികളുടെയും സ്ഥാനാരോഹണ ചടങ്ങ് ജൂൺ 18 വൈകുന്നേരം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. മുഖ്യാതിഥിയായി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രംഗനാഥ് ഭട്ട് ചടങ്ങിൽ സംബന്ധിക്കും. സജിത് പി പ്രസിഡന്റായും ബാബു പള്ളയിൽ സെക്രട്ടറിയായും പ്രഭാകരൻ KP ട്രഷററായും സ്ഥാനമേൽക്കും. ഭവനദാന പദ്ധതി, 100-ലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടുള്ള മിയാവാക്കി വനം പദ്ധതി, നൈപുണ്യ വികസന പരിപാടി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്കായുള്ള തയ്യൽ പരിശീലനം തുടങ്ങിയവ ഈ വർഷം ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തും. ക്ലബിന് വേണ്ടിയുള്ള കെട്ടിട സമുച്ചയം പയ്യന്നൂർ പെരുമ്പയിൽ ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സജിത് പി, ബാബു പള്ളയിൽ, നരേന്ദ്ര ഷേണായി, അഡ്വക്കേറ്റ് K സുകുമാരൻ, രാജീവൻ TA, EP ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാതയുടെ പ്രവർത്തനം തുടങ്ങിയതോടെ ഒട്ടേറെ ആളുകളുടെ ഉപജീവനമാണ് വഴിമുട്ടിയത്. വികസനത്തിന്റെ പേരിൽ പാതയോരത്തു നിന്നും ഒഴിപ്പിക്കപ്പെട്ടവർ തങ്ങളുടെ ചെറു കച്ചവടവുമായി ഗ്രാമങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുകയാണിപ്പോൾ. വികസനം ചിലപ്പോൾ ചിലരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തും. ദേശീയപാത വികസനം വന്നതോടുകൂടി പലവിധ കച്ചവട സ്ഥാപനങ്ങളാണ് ഒഴിവാക്കപ്പെട്ടത്. ഇതിൽ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ മുതൽ ചെറിയ തട്ടുകടകൾ വരെയുണ്ട്. ദേശീയപാതയോരത്തുണ്ടായിരുന്ന വഴിയോര കച്ചവടങ്ങൾ പലതും ഗ്രാമങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുകയാണിപ്പോൾ. ദേശീയപാതയിൽ വിൽപ്പന നടത്തിയിരുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഗ്രാമീണ റോഡുകൾക്കരികിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഓണക്കുന്നിൽ നിന്നും പെരളത്തേക്ക് പോകുന്ന റോഡോരം ചേർന്ന് പലരും ഇപ്പോൾ കച്ചവടം നടത്താറുണ്ട്. ഇതിൽ പച്ചക്കറികളും ചായക്കടകളുമുണ്ട്. ദേശീയപാതയോരത്ത് നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ് ഇവരിൽ പലരും. ദേശീയപാതയുടെ പ്രവർത്തനം തുടങ്ങിയതോടെ ഒട്ടേറെ ആളുകളുടെ ഉപജീവനമാണ് വഴിമുട്ടിയത്. ഇതോടെയാണ് ഇവർ ഈ സ്ഥലം കണ്ടെത്തിയത്. ഇതോടെ ഓണക്കുന്നിൽ വർഷങ്ങളായുള്ള ശനിയാഴ്ച ചന്തയുടെയും ഇടം നഷ്ടപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മാടായി ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി. മാടായി ഗ്രാമപഞ്ചായത്ത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മാടായി സർവീസ് ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. നേടിയെടുത്ത് തുടർന്നുള്ള പഠനം നടത്താൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ വിദ്യാർത്ഥികളിൽ, അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കളിൽ ഒക്കെ വരികയും അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നന്നായി മത്സരിച്ച് പഠിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അതിലേറെ പറയാനുള്ളത് A+ ജേതാക്കളിൽ ഭൂരിപക്ഷവും പെൺകുട്ടികളാണ് എന്നുള്ളത്. വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റഷീദ ഒടിയിൽ, മോഹൻ കക്കോപ്രവൻ, MP പുഷ്പകുമാരി, MP കുഞ്ഞിക്കാതിരി, SKP വാഹിദ, ആയിഷ ബി ഒടിയിൽ, SH മൂസീന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ ഘടകം പഠനവിധേയമാക്കുന്നത് കാലിക്കടവ് മുതൽ തലശ്ശേരി വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങൾ. ഖാദി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് INTUC നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിന്റെ മുന്നോടിയായി പയ്യന്നൂരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ലോകമൊട്ടുക്കും പരിശുദ്ധ ബലിപെരുന്നാൾ ഒരുക്കത്തിലേക്ക് നീങ്ങവേ സർഗാത്മകതയുടെ വിരുന്നായി മാറി പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.